ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. സെപ്റ്റംബർ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 39ഓളം റിലീസുകളാണുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബാഡ് ബോയ് ആൻഡ് മീ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ റൂൾ ഓഫ് ജെന്നി പെൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദിസ് ടൈം നെക്സ്റ്റ് ഇയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കള്ളൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശ്രീനാഥ് ബാസി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. യു ആൻഡ് എവരിത്തിങ് എൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ കൊറിയൻ മൂവി കൊറിയൻ, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. വെമ്പു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ആഹാ തമിഴിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റോങ് പാരീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ റിച്വൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആനിമേഷൻ കോമഡി ഡ്രാമ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ബാഡ് ഗൈസ് 2 എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. റെൻ്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ടാനെ കെയർ ഓഫ് ശ്രീരാംപുര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് ഒരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്മോൾ തിങ് ലൈക്ക് ദീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സയ്യാറ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയകരമാക്കിയ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പലരും ചോദിക്കേണ്ടത് മറ്റു ഭാഷയിൽ തമിഴ് ഡബിൾ വേർഷൻ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ഒരു തെലുങ്ക് സീരീസാണ്. റാംബോ ഇൻ ലവ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സീരീസ് തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ജി ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. നൈറ്റ് റോഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിനി ബസാർ എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിട്ടുണ്ട്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം സിനിമയാണ്. മീശ എന്ന് പറഞ്ഞ സിനിമ. കതിരൊക്കെ പ്രധാന വേഷം, കതിർ, ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ ഹക്കീം ഷൈന്ദീരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ മലയാളം, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, മലയാളം മാക്സ്, സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു കന്നഡ റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മാദേവ എന്ന് പറഞ്ഞ സിനിമ. സിനി ബസാർ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. കന്നഡ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത തമിഴ് ഹൊറർ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ജന്മ നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈം, 10 വോട്ട ഈ 2 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡു യു വാണ പാർട്ട്ണർ എന്നൊരു ഡ്രാമ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സിനിമയല്ല സീരീസാണ്. ഈ ഒരു സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴിൻ്റെയൊക്കെ പ്രധാന വേഷം കൈകാര്യം സീരീസാണ്. ഡു യു വാണ പാർട്ട്ണർ എന്നാണ് സീരീസിൻ്റെ പേരിടുന്നത്. അടുത്ത നമ്മുടെ ധ്യാൻ ശ്രീനിവാസനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാള സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എന്ന് പറഞ്ഞ സിനിമ. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. ജൂലൈ മാസത്തിൽ നെറ്റ്ഫ്ലിക്സിൽ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്തിരുന്നു. ഇപ്പം തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 12-ാം തീയതി കഴിഞ്ഞ ആഴ്ച ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ മലയാളം ഭാഷയിൽ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ ഈ സിനിമ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു കന്നഡ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അന്ന എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത അനുപമ പരമേശ്വരൻ, ദർശൻ രാജേന്ദ്ര എന്നിവയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് മൂവിയായിരുന്നു പരദ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് മലയാളം, തമിഴ് ഭാഷകളിലൊക്കെ ആയിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വീക്കെൻഡ് ഇൻ തായ്പേയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു അഡ്വഞ്ചർ ഫാന്റസി മിസ്റ്ററി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മോസ്റ്റർ സമ്മർ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആനിമേഷൻ ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. വോൾഫ് കിങ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ പേര്. 2ാമത്തെ സീസണാണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഫിലിപ്പീനോ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത സിനിമയാണ്. കൗണ്ടർ വിഡ അക്കാദമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഫിലിപ്പീൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു കോമഡി മൂവി അവൈലബിൾ ആണ്.
അടുത്തൊരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ് ബ്യൂട്ടി ഇൻ ബ്ലാക്ക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ബഗാസുര റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ തെലുങ്ക് കോമഡി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സൺനെക്സ്റ്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ആർട്ടിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ രജനീകാന്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കൂലി എന്ന് പറഞ്ഞ സിനിമയാണ്. ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു മലയാളം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കോലാഹൽ എന്ന് പറഞ്ഞ സിനിമ. സെപ്റ്റംബർ മാസം 11 മനോരമ മാക്സിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത്. അടുത്തൊരു ഡ്രാമ സീരീസാണ് ദ ഗേൾ ഫ്രണ്ട് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മോഹൻലാലൊക്കെ ക്യാമിയോ റോൾ വന്ന കണ്ണപ്പ പറഞ്ഞ സിനിമ തെലുങ്ക് സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, മലയാളം ഡബിൾ വേഷമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ആമസോൺ പ്രൈമിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പൊയ്യാമൊഴി എന്ന് പറയുന്ന സിനിമ. മനോരമ മാക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. ഒരു അഡ്വഞ്ചർ ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് തേറ്റ എന്ന് പറയുന്ന സിനിമ. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമയും അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ 4K റീ റിലീസ് പതിപ്പ് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വെപ്പൺസ് എന്ന ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ. ഈ സിനിമയും ഇപ്പോൾ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയായിരുന്നു സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ് ടാസ്ക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച സെപ്റ്റംബർ മാസം 8 മുതൽ 14 വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഏകദേശം 39 റിലീസുകളാണ്. ഈ ലിസ്റ്റിലേക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.